വേട്ടക്കുട്ടിയമ്മ, മലയാളത്തിലെ അവസാന വേട്ട പുസ്തകം. കേരളത്തിലെ ഏക വനിതാ ശിക്കാരിയായ കുട്ടിയമ്മയുടെ ജീവിതമാണ് GR ഇന്ദുഗോപൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീയാകാൻ പോയി വേട്ടക്കാരിയായി മാറിയ ആളാണ് കുട്ടിയമ്മ. കാർന്നോത്തി എന്ന് മകൻ ബാബു വിളിക്കുന്ന കുട്ടിയമ്മയുടെ ജീവിതം സിനിമയെ പോലും ത്രസിപ്പിക്കുന്നതാണ്. അന്യായമായി ഒരു മൃഗത്തെ പോലും യമപുരിക്ക് അയക്കാത്ത കുട്ടിയമ്മ. എന്നാൽ ആനവേട്ടക്കാരുടെയും വനം കൊള്ളക്കാരുടെയും പേടി സ്വപ്നം കൂടിയായിരുന്നു കാരിരുമ്പിന്റെ കരുത്തുള്ള കുട്ടിയമ്മ. വിലായത്ത് ബുദ്ധ എന്ന നോവലിന്റെ കഥാഭൂമികയായ മറയൂരിലെ കാട്ടിലാണ് കുട്ടിയമ്മ പുലിയോടും ആനയോടും കടുവയോടും ചങ്ങാത്തം കൂടി വാഴ്ന്നിരുന്നത്. 1972 വേട്ട നിരോധന നിയമം വന്നതുകൊണ്ട് കഥ പറയുമ്പോൾ കുറച്ച് സെൻസറിംഗ് ഒക്കെ നടത്തിയാണ് കുട്ടിയമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാട് വിട്ടിറങ്ങി ന്യായമായ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇരുകാലി മൃഗങ്ങളോട് യുദ്ധത്തിനിറങ്ങിയ കുട്ടിയമ്മയെയും ഈ പുസ്തകത്തിൽ കാണാനാകും. മകൻ ബാബു പറയും പോലെ സിനിമകളുടെ വലിയ ആരാധികയായ കുട്ടിയമ്മയുടെ ജീവിതം അഭ്രപാളിയിലെത്തട്ടെ എന്ന് ഞാനും വളരെയേറെ ആശിക്കുന്നു.